അപ്പോൾ ആദ്യം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ആദ്യ പ്രഖ്യാപനമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത് അത് KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പ്രതികരണമെന്ന് കൂടി നമുക്ക് നോക്കാം. ആദ്യം കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് വർഷ ഗിരീഷ് ചേരുകയാണ്. വർഷ, എങ്ങനെയാണ് ഇതിനോട് സാധാരണക്കാരായ ജനങ്ങൾ പ്രതികരിക്കുന്നത്? പ്രത്യേകിച്ച് ഇത് ഒരുപാട് ചിലവ് വരുന്ന ഒരു പദ്ധതി കൂടിയാണ്. അതിലിപ്പോൾ ജൂൺ 15 മുതൽ ഇത് നടപ്പിലാക്കുമെന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് യാത്രക്കാരുടെ പ്രതികരണം വർഷ? എന്തായാലും സ്ത്രീകളെല്ലാം വളരെ സന്തോഷത്തിലാണ്. കാരണം ജൂൺ 15 മുതൽ ഇനി KSRTCയിൽ സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്രയാണ്. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നടപ്പാക്കുമെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു, പ്രഖ്യാപനമായിരുന്നു KSRTCയിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര എന്ന് പറയുന്നത്. അത് നടപ്പിലാക്കാത്തതിൽ മഹിളാ മോർച്ചയുടെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത്. അതിൽ വലിയ സന്തോഷത്തിലാണ് സ്ത്രീകളായ യാത്രക്കാരെല്ലാവരും. ഇപ്പം ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ് തോന്നുന്നു. ആദ്യം വരട്ടെ, എന്നിട്ട് പറയാം. ജൂൺ 15 മുതൽ പ്രഖ്യാപിച്ചതല്ലേ ഉള്ളൂ. അപ്പം നിയമത്തിലാകട്ടെ. 15 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ യാത്ര ചെയ്ത് നോക്കട്ടെ, അതിന് ശേഷം പറയാം. മന്ത്രിസഭയിലുള്ള ആദ്യ പ്രഖ്യാപനമാണ്. അങ്ങനെ വിശ്വസിക്കുന്നു. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ എന്ത് തോന്നുന്നു? 15 മുതലാണോ? ഞാനോർത്ത് ഇന്ന് മുതലായിരിക്കും. നല്ല കാര്യമാണ്. സ്ത്രീകൾക്ക് അതുപോലെ തന്നെ നല്ല സുരക്ഷിതയും വേണം. യാത്ര തന്നെ പോരാ അല്ലേ? നല്ലതാ, നല്ല കാര്യം. ഞങ്ങൾ വിചാരിച്ചു ഇന്ന് മുതലാണ് എന്നാണ് വിചാരിച്ചത്. അതാണ് ഇന്ന് വന്നത്. ഹാപ്പിയാണ്. ഹാപ്പിയാ. ഈ ആവേശം തുടർന്ന് കണ്ടാൽ മതി. അതാണ്, എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം വലിയ കാത്തിരുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു ഇത് എന്ന് പറയുന്നത്. അപ്പം അധികാരത്തിൽ വന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ചേച്ചി, ജൂൺ 15 മുതൽ KSRTCയിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് എന്ത് തോന്നുന്നു? സന്തോഷം കേട്ടതിൽ. യാത്ര ചെയ്യാം എവിടെ വേണമെങ്കിലും. അങ്ങനെയില്ല, എന്നാലും നമുക്കൊരു സന്തോഷം. ഇത്രയുള്ളൂ. KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ അത് സന്തോഷം ആണ്. സന്തോഷത്തോടെയാണ് സാധാരണക്കാരായ സ്ത്രീകൾ പ്രതികരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.